ഹായ്. കോൺഗ്രസ്സുകാർ ഒരു പക്ഷേ ഈ രാജ്യം തന്നെ മുസ്ലിങ്ങൾക്ക് തീരെഴുതി കൊടുക്കാൻ തയ്യാറായി നിന്നിരുന്ന ഒരു പാർട്ടിയാണെന്ന് നമുക്കറിയാമല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഇവരെ പ്രീണിപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതായത് ഇപ്പൊ ആര് താമസിക്കുന്ന ഭൂമിയാണെങ്കിലും ശരി, ഇത് വഖഫിനുള്ളതാണ്. നിങ്ങൾക്ക് അറിയാമോന്നറിയില്ല. ഞാന് ബൈജുവിന്റെ വീടിന്റെ അടുത്ത് നിലമ്പൂര് എനിക്കൊരു സുഹൃത്തുണ്ട്. ആനക്കയത്ത് സെയ്ദ് മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആനക്കയം സെയ്ദ് മുഹമ്മദ് ആദ്യകാല യുക്തിവാദി നേതാവാണ്. അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡിയൊക്കെ മെഡിക്കൽ കോളേജിന് സ്പോൺസർ ചെയ്ത് ഫ്രെയിം ചെയ്ത് തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിനകത്ത് തൂക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ മരിച്ചപ്പോ ഇപ്പൊ ഡെഡ് ബോഡിക്കാണല്ലോ കൂടുതൽ മാർക്കറ്റ്. അങ്ങനെ മുസ്ലിങ്ങൾ കൊണ്ടുപോയി അടക്കം ചെയ്തിട്ട് സെയ്ദ് മുഹമ്മദ് ദാ ഇസ്ലാം ആയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിന്റെ പിതാവ് കുറെ ഭൂമി, ഏക്കർ കണക്കിന് ഭൂമിയുള്ള വ്യക്തിയാണ് അദ്ദേഹം. അത് പള്ളിക്ക് കൊടുത്തു. പിന്നീട് ഈ സെയ്ദ് മുഹമ്മദ് ഇസ്ലാം മതം വിട്ടു, യുക്തിവാദിയായി. എങ്ങനെയൊക്കെ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും ശരി, ആ ഭൂമി തിരിച്ചു പിടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. കാരണം വാക്കാൽ പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അന്ന്. പക്ഷേ എങ്ങനെയാണെന്നൊന്നും ചോദിക്കരുത്, ഇന്നത് അവരുടെ കൈകളിലായി. ഇപ്പൊ വഖഫ് നിയമം 2013 ഭേദഗതി ചെയ്ത സമയത്ത് ഏതെങ്കിലും ഭൂമിക്ക് വഖഫ് ബോർഡിന്റെ അവകാശം ഉന്നയിക്കാനുള്ള ഒരു സമയം കൂടി നൽകി. ഉന്നയിക്കാനുള്ള അവകാശവും നൽകി, ഒരു സമയപരിധിയും നൽകി. ഇത് വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ നമുക്ക് കൃത്യമാണ് എന്തിനായിരുന്നു ഇങ്ങനെ ഒരു നിയമമെന്ന്. 3 വർഷമാണ് ആ സമയപരിധി തന്നെ നൽകിയത്. ഏതൊരു ഭൂമിയും ഇത് വഖഫിന്റേതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അള്ളാഹുവിൻ്റെതാണ്. ഈ ഭൂമിയുടെ ഉടമസ്ഥനും അള്ളാഹുവും തമ്മിൽ ഒരു ബൈഅത്ത് ചെയ്യുവാണ്, ഒരു പ്രതിജ്ഞ എടുക്കുവാണ്. പിന്നീട് 2019 ഈ വഖഫ് ബോർഡ് ഏതെങ്കിലും ഒരു സ്ഥലത്തിന് ഉടമസ്ഥ അവകാശവാദവുമായി വരുന്നത് തന്നെ മാധ്യമങ്ങൾ എടുത്ത് ഉദ്ധരിക്കുന്നത്. മാധ്യമങ്ങള് ഉദ്ധരിക്കാത്ത അനേകം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ എല്ലാവരും കേസിന്റെ ഒക്കെ പിന്നാലെ പോകുമെന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അവര് അന്ന് 2019 ഒരു കുടുംബം ഉന്നയിച്ചത് തങ്ങളുടെ കിടപ്പാടം അന്യായമായി സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഈ കൊള്ളക്കാരുടെ പൊള്ളത്തരം പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞ് കുറെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണ് അന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കുന്നത്. ഇന്ന് ജസ്റ്റീഷ്യ എന്നും പറഞ്ഞ് ഒരു സംഘടനയുണ്ട്. നിങ്ങളിൽ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. മുസ്ലിം വക്കീലന്മാരെല്ലാവരും കൂടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഘടനയാണ്. അവര് ഏക സിവിൽ കോഡ് വരുന്ന സമയത്ത്, NRC CAA വിഷയം വരുന്ന സമയത്ത്, ഈ ഹിജാബിന്റെ വിഷയം വരുന്ന സമയത്തൊക്കെ ഇവർ ഒരുമിച്ച് നിന്നിട്ടാണ് ഈ കേരളക്കരയിൽ പൊരുതിക്കൊണ്ടിരിക്കുന്നത്. അവരിൽപ്പെട്ട ഒരുപാട് വക്കീലന്മാർ ഇന്ന് പറയുന്നു, നമ്മുടെ പള്ളിക്കു വേണ്ടി നമ്മുടെ ആളുകൾ ദാനം ചെയ്ത ഭൂമിയിൽ ഇപ്പോൾ അത് സർക്കാർ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു അവകാശവാദം ഉന്നയിക്കലാണ് ഈ വഖഫ് നിയമത്തിന്റെ ഭേദഗതി എന്ന് പറഞ്ഞ് അവര് സമൂഹത്തെ മിസ്ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. എന്നാൽ നേരാമണ്ണം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഏതെങ്കിലും തലയ്ക്കകത്ത് ആളുതാമസമുള്ള ആരെങ്കിലും ഈ കേരളക്കരയിലുണ്ടോ? നമുക്കറിയാം, ഈ പൗരത്വ ഭേദഗതി നിയമം വന്ന സമയത്ത് നമ്മുടെ വാപ്പാടെയും ഉപ്പാടെയും ഒക്കെ പൗരത്വം കാണിച്ചിട്ടില്ലെങ്കിൽ കേരളത്തിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് എല്ലാ മുസ്ലിങ്ങളും പുറത്താകാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇവര് മുസ്ലിങ്ങളെ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ബ്രെയിൻ വാഷിങ്ങിൽ നല്ലൊരു വിഭാഗം ആളുകൾ പെട്ടുപോകുകയും ചെയ്തു. ഈ മദ്രസ പൊട്ടന്മാരും പൊട്ടത്തികളുടെയും മിനിമം ബുദ്ധി അറിയാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോ മുത്തലാഖിന്റെ നിയമം വന്നു. ഒറ്റത്തവണ ഏതെങ്കിലും ഒരു പുരുഷൻ അവരുടെ ഭാര്യമാരെ 3 തൊലാക്ക് ചൊല്ലി ഒഴിവാക്കി വിട്ടാൽ അവർക്ക് നോൺ ബെയിലബിൾ ഒഫൻസ്, അതായത് പോലീസിന് ജാമ്യം കൊടുക്കാൻ പറ്റില്ല, മജിസ്ട്രേറ്റിന് കൊടുക്കാൻ പറ്റും. ആ സമയത്ത് പിറ്റേ ദിവസം ഉണ്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ വൻ ജനാവലി. എന്താ? അപ്പിക്കുപ്പായക്കാരെ കൊണ്ട് സ്റ്റാച്ചു നിറഞ്ഞു. എന്താ കാരണം? മുത്തലാഖ് നിയമം ഞങ്ങൾക്ക് പറ്റില്ല. എന്തിനാണ് ഈ നിയമമെന്ന് പോലും ചിന്തിക്കാനുള്ള തലച്ചോറ് ഇവർക്കില്ല. അപ്പോ ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ഏത് സാഹചര്യത്തിലും ഞങ്ങളെ തൊലാഖെന്ന് പറഞ്ഞ് ഒഴിവാക്കി പെട്ടിയും കുട്ടികളെയും എടുത്തു പെറുക്കി ഞങ്ങളെ അനാഥരാക്കാനുള്ള ഒരു നിയമം വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇവളുമാരി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. എത്ര പേർക്ക് അറിയാം ഇത് തന്നെയായിരുന്നു CAA വിഷയത്തിലും, ഇത് തന്നെയാണ് ഈ വഖഫ് ബോർഡിന്റെ നിയമത്തിലും വരുന്നത്.
ഇപ്പൊ വഖഫ് ബോർഡ് നിയമങ്ങള് നമുക്കറിയാം, ഈ രാജ്യത്ത് എല്ലാ നിയമങ്ങളും കോടതിക്ക് കീഴിലാണ്. വഖഫ് ബോർഡ് നിയമങ്ങളും കോടതിക്ക് കീഴിലായിക്കോട്ടെ. ഭൂമി കൈമാറ്റം ചെയ്യുമ്പോ അത് ഏത് രാജ്യത്തെയാണ്, ആ രാജ്യത്തിലെ കൃത്യമായിട്ടുള്ള റവന്യൂ നിയമങ്ങൾ പാലിച്ചിരിക്കണം എന്ന് പറയുന്നതിൽ ആരുടെ സ്വത്ത് തട്ടിയെടുക്കലാണ് ഇവിടെ ഉള്ളത്? വഖഫ് ബോർഡില് അതാത് പ്രദേശത്തെ ജനപ്രതിനിധികള്, അതുപോലെ മുസ്ലിം പിന്നോക്ക വിഭാഗത്തിലെ പ്രതിനിധിയും ഉണ്ടാകണം എന്ന ഒരു നിയമ ഭേദഗതി കൊണ്ടുവരുമ്പോൾ ഇതാരെ ബാധിക്കുന്ന വിഷയമാണ്? ഏത് രൂപത്തിലാണ് ഏതെങ്കിലും ഒരു വ്യക്തി പള്ളിക്ക് നൽകുന്ന, വഖഫ് നൽകുന്ന, അള്ളാഹുവിന് വേണ്ടി വസിയത്ത് നൽകുന്ന ഒരു ഭൂമി സർക്കാർ പിടിച്ചെടുക്കുന്ന നിയമമാണ് എന്ന് ഏത് രൂപത്തിലാണ് ഇവർ പറയുന്നത്? ഇനിയും നമ്മുടെ രാമസിംഹൻജി പറഞ്ഞതിലേക്ക് തിരിച്ചു വന്നാൽ, ഇന്നല്ലെങ്കിൽ നാളെ ഇൻഷാ അല്ലാഹ് ഇൻക്വിലാബ് നമ്മൾ വിചാരിക്കുന്ന രൂപത്തിൽ ഒരു ഇസ്ലാമിക രാജ്യം സാധ്യമാകും. അത് സാധ്യമായേ തീരൂ. കാരണം അത് അള്ളാഹുവിന്റെ നിയമമാണ്, അള്ളാഹുവിന്റെ കൽപ്പനയാണത്. അള്ളാഹുവിന്റെ ഭരണം സ്ഥാപിക്കുന്ന, അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ഖലീഫമാർ ഭരിക്കുന്ന ലോകമായിരിക്കണം ഇനി വരേണ്ടത്. അപ്പൊ ഖുർആൻ അനുസരിച്ച് ദുർനടപ്പുകാരുടെ എറിഞ്ഞു കൊല്ലുന്ന, കട്ടവന്റെ കൈമുറിക്കുന്ന അങ്ങനെ ഒരു നിയമം വരുന്ന, അള്ളാഹുവിന്റെ ഖുർആൻ ഭരണഘടനയായി വരുന്ന ഒരു മതരാഷ്ട്രം വരും എന്ന് സ്വപ്നം കണ്ട് നടക്കുന്ന ആളുകൾ ഇതിനെ പിന്നെ എതിർക്കാതിരിക്കുവോ? സ്വാഭാവികമല്ലേ? 24 മണിക്കൂറും മതേതരത്വം പ്രസംഗിച്ച് നടക്കുന്ന ഇടതനും വലതനും എന്തിനാണ് 6-ാം നൂറ്റാണ്ടിന്റെ ശരീഅത്ത് നിയമങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നത് എന്നത് മാത്രമാണ് ഇന്ന് നമുക്ക് മനസ്സിലാകാത്ത ഒരു വസ്തുത. ഇന്ത്യൻ കോടതിക്കു മേലെ ഒരു പാരലൽ ആയിട്ട്, അതല്ലെങ്കിൽ അതിനും മേലെ, പാരലൽ എന്ന് പറഞ്ഞാൽ ഈക്വൽ ആണല്ലേ, വേണ്ട, അതിനും മേലെ, അതുക്കും മേലെ എന്ന് പറയുന്നത് പോലെ ഒരു ശരീഅത്ത് നിയമം വേണോ വേണ്ടേ എന്നതാണ് നമ്മുടെ നാടിന്റെ ഇടതു വലതു പക്ഷങ്ങൾ പരസ്പരം മത്സരിച്ചു കൊണ്ടിരിക്കുന്നത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു ഇസ്ലാമിക വിശ്വാസി വന്നിട്ട്, അതല്ലെങ്കിൽ ഒരു പള്ളി കമ്മിറ്റി പ്രസിഡന്റോ സെക്രട്ടറിയോ വന്നിട്ട് നമ്മൾ ഇതുവരെ ഉപയോഗിച്ചു വന്നിരുന്ന, നമ്മൾ പണം കൊടുത്ത് അധ്വാനിച്ചുണ്ടാക്കിയ, പണം കൊടുത്തു വാങ്ങിയ ഭൂമി, ഇവിടെ 100 വർഷം മുമ്പേ പലായനം ചെയ്തു പോയ എന്റെ വാപ്പ ഉപ്പാപ്പമാരുടെ ആളുകളായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത്, അവരുടേതായിരുന്നു ഈ ഭൂമി എന്ന് പറഞ്ഞു വന്ന് ഇത് വഖഫ് ഭൂമിയാണ് എന്ന് അവകാശപ്പെട്ടാൽ ഈ നാട്ടിലെ ഒരു കോടതിക്കോ ഒരു നിയമങ്ങൾക്കോ അതിൽ ഇടപെടാൻ കഴിയില്ല എന്നതാണ് ഇന്ന് നിലനിൽക്കുന്ന നിയമം. ഈ ഭീകരമായ ഒരു നിയമത്തിനെതിരെ ജനാധിപത്യ വിശ്വാസികൾ, ഈ രാജ്യത്ത് നമുക്കും ജീവിക്കണം, അത്തരത്തിൽ ഒരു സുസ്ഥിരമായ ഒരു ബഹുസ്വരത നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന നമ്മളെ പോലെയുള്ള ആളുകൾ ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തണമെന്നത് നമ്മുടെ നിർബന്ധമായ ബാധ്യതയാണ്. ഇപ്പൊ കോൺഗ്രസ് ഈ വിഷയത്തിൽ വഖഫ് വാദക്കാർക്കൊപ്പമാണോ നിൽക്കുന്നത്, അതോ സാധാരണക്കാർക്കൊപ്പമാണോ നിൽക്കുന്നത് എന്ന് സത്യസന്ധമായി ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു അവസരമാണ് ഈ തുറന്നു വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാമോ എന്നറിയില്ല, ഹൈദരാബാദില് മാരിയറ്റ് എന്ന് പറയുന്ന ഒരു 5 നക്ഷത്ര ഹോട്ടൽ, ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ആ ഹോട്ടലിനെ ചുറ്റിപ്പറ്റി ഒരുപാട് വാർത്തകൾ നമുക്ക് കിട്ടും. ഈ ഹോട്ടല് വഖഫ് സ്വത്താണെന്ന് പറഞ്ഞ് ഒരുപറ്റം ആളുകൾ അവകാശവാദം ഉന്നയിച്ചു മുന്നോട്ട് വരുന്നു. അപ്പൊ മാരിയറ്റ് എന്ന് പറയുന്ന ഹോട്ടലിന്റെ ഉടമസ്ഥാവകാശം ഇപ്പോ അവകാശപ്പെട്ട് വഖഫ് ബോർഡ് ഹർജി നൽകുന്നു. തെലങ്കാന ഹൈക്കോടതി അത് റദ്ദ് ചെയ്യുന്നു. തെലങ്കാന ഹൈക്കോടതിയിലും വഖഫ് ബോർഡിനെതിരെ നിരോധനാജ്ഞ പുറപ്പെടുവിക്കുകയും വഖഫ് ബോർഡിന്റെ നടപടികള് അധികാര പരിധി കവിയുന്നു എന്ന് പരാമർശിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായി. ആ സമയത്ത് വഖഫ് ബോർഡ് നിയമം ഭേദഗതി ചെയ്യാൻ സർക്കാർ ആലോചിക്കുന്നു എന്ന രൂപത്തിൽ മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്തു. ഈ ഭേദഗതി ഒരു പരിഹാരമല്ല. ഈ ഭേദഗതി പലരെയും സുഖിപ്പിക്കാൻ, പലരുടെയും കണ്ണിൽ പൊടിയിടാനുള്ള ഒരു മരുന്ന് മാത്രമാണ്. ഇത് നിർത്തലാക്കുകയാണ് വേണ്ടത്. അതുപോലെ മുത്തലാഖ് നോൺ ബെയിലബിൾ ഒഫൻസ് ആക്കുകയല്ല വേണ്ടത്, അത് നിർത്തലാക്കുകയാണ് വേണ്ടത്. ബഹുമാനപ്പെട്ട മന്ത്രി കിരൺ റിജു വഖഫ് വിഷയത്തില് ലോക്സഭയിൽ പറഞ്ഞ കാര്യം കേട്ട് നമ്മൾ എല്ലാവരും ഞെട്ടിത്തരിച്ചു. കേരളത്തിലെ എത്ര മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു. 1400 വർഷം പഴക്കമുള്ള തമിഴ്നാട്ടിലെ ഒരു തിരുച്ചിറപ്പള്ളിയിലെ ഒരു ഗ്രാമം, ഒറ്റ മുസ്ലിം പോലുമില്ല.
ഒറ്റ മദ്രസകളില്ല, ഒരു മസ്ജിദില്ല. നമുക്കറിയാം, ഒരു മുസ്ലിം ഒരിടത്തുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൻ അവിടെ 2 പേരെ ആക്കാൻ നോക്കും. ഈ 2 പേര് 20 പേരാകും. അവിടെ ഒരു പള്ളി വരും, അവിടെ ഒരു മദ്രസ വരും, അവിടെ ഒരു വഖഫ് ബോർഡ് വരും, അവിടെ ഒരു മഹല്ല് കമ്മിറ്റി വരും. അത് ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇവിടെ മാത്രമല്ല, നമ്മള് ഇവരെ കുടിയേറിയ രാജ്യങ്ങളിൽ പോലും നമ്മൾ കണ്ടതാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ വരെ ഇവർ ഇതേ നിയമം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ തമിഴ്നാട്ടിലെ ഒരു തിരുച്ചിറപ്പള്ളിയിലെ ഒരു ഗ്രാമം 1995 കൊണ്ടുവന്ന വഖഫ് നിയമം കാരണം വഖഫ് ഈ സ്വത്തുക്കള് ഒക്കെ സ്വന്തമാക്കിയിരിക്കുവാണ്. ഒരു ജനാധിപത്യ ഭരണഘടനയുള്ള ഒരു രാജ്യത്ത് ഇത്തരത്തിലൊരു നിയമം നമ്മൾ എങ്ങനെ വകവെച്ചു കൊടുക്കാൻ പറ്റും? ഇത് പറയുമ്പോ നമ്മളെ വർഗീയവാദിയാക്കാൻ ശ്രമിക്കുന്നു, നമ്മളെ ഭീകരവാദിയാക്കാൻ ശ്രമിക്കുന്നു, സംഘിയാക്കാൻ ശ്രമിക്കുന്നു. ഇത് ശ്രമിക്കുന്നു എന്ന് കരുതി അവരിനിയും നമുക്ക് അങ്ങനെ ഒരു ചാപ്പ കുത്തി എന്ന് കരുതി പറയാതിരിക്കാൻ പറ്റില്ല. ഇത് ആരെങ്കിലും ഒന്ന് തുറന്നു പറയണ്ടേ ഈ കൊള്ളക്കാരുടെ യഥാർത്ഥ നിറം. എന്റെ കുടുംബത്തില് ഒരു പള്ളി പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അതുവരെ പിച്ച പാത്രം എടുത്ത് നടന്ന ആളാ. പള്ളി പ്രസിഡന്റ് ആയിക്കഴിഞ്ഞപ്പോ 10 സെന്റ് സ്ഥലമാകുന്നു, വലിയ ഒരു വീടാകുന്നു, മക്കളെ കെട്ടിക്കുന്നു, കമ്പ്യൂട്ടർ എഞ്ചിനീയർമാരാകുന്നു. ഞങ്ങളൊക്കെ അത്ഭുതത്തോടു കൂടി ഈ കാഴ്ച കണ്ടു നിന്നു. കാരണം എന്താ? വഖഫ് ചെയ്യുന്ന സ്വത്തല്ലേ. ഇപ്പോ കഞ്ഞി കുടിക്കാനില്ലാതെ കിടക്കുന്ന ആൾക്കാരായിരിക്കും. എന്റെ ഉമ്മയ്ക്ക് ഒരു അനിയത്തിയുണ്ട്. മോനാണെങ്കിൽ ഭയങ്കര കടവും പേരി നടക്കുക. ആ ഇളയവനുണ്ട് ആർമിയിലാണ്, അവനുണ്ട് പള്ളിക്ക് ടൈലിട്ട് കൊടുക്കുന്നു. ആ പൈസ ഇവന് കൊടുത്തെങ്കിലും എന്റെ മക്കൾ സുഖസുന്ദരമായിട്ട് ജീവിക്കും. പക്ഷെ അത് കൊടുക്കില്ല. അപ്പൊ പള്ളിക്കെന്ന് പറഞ്ഞാൽ അവരെ ഉടുതുണി ഉരിഞ്ഞ് വിറ്റിട്ടാണെങ്കിലും ശരി അവർ പള്ളിക്ക് കൊടുക്കും. കാരണം അവർക്ക് മതം വളർത്തിയേ പറ്റൂ. ഈ സാക്കിർ നായിക്കും MM അക്ബറും ഒക്കെ സാധാരണഗതിയിൽ മുസ്ലിം പുരോഹിതന്മാരായിരുന്നാല് അവർക്ക് ഇത്ര കണ്ട് പണം ഉണ്ടാക്കാൻ പറ്റുമോ? സാക്കിർ നായിക്ക് വെറും ഒരു ഡോക്ടർ ആയിരുന്നാൽ അയാൾക്ക് ഇത്ര അധികം പണം ഉണ്ടാക്കാൻ പറ്റുമോ? മുജാഹിദ് ബാലുശ്ശേരി കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച ഒരു പ്രസംഗം ഉണ്ട്. അയാൾ പറയാ, എറണാകുളത്തിന്റെ ഹൃദയഭാഗത്ത് എനിക്ക് 10 സെന്റ് ഭൂമി ഒരാൾ ഓഫർ ചെയ്തു, 5 കോടി രൂപയും. എന്തോ കണ്ടിട്ടാ? ഈ മതതീവ്രവാദം പ്രചരിപ്പിക്കാൻ കഴിയുന്നു. ഇങ്ങനെ വഖഫ് ബോർഡിന്റെ നിയമങ്ങളെ ഈ തീവ്രവാദികൾ പ്രോത്സാഹിപ്പിക്കാൻ കാരണം ഇന്നല്ലെങ്കിൽ നാളെ ചെങ്കൊടിയുടെ കീഴിൽ ഇൻഷാ അല്ലാഹ് ഇൻക്വിലാബ്, അള്ളാഹു വിചാരിച്ചാൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിതമാകുമെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഇതിനെ നഖശിഖാന്തം എതിർക്കുന്നത്.